ഹലോ ഹായ് മക്കളെ, യെസ് അഭിനമിസ് ആണ്. അപ്പൊ എന്റെ മക്കൾക്ക് ആൻസർ ഷീറ്റ് കിട്ടാൻ തുടങ്ങി അല്ലേ? അപ്പൊ നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും നിങ്ങളുടെ അവസ്ഥ എന്താണ്? ചില ആൾക്ക് എന്താ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു മിഡിലാണോ, അല്ലെങ്കിൽ എന്താ നല്ല മാർക്ക് ഉണ്ടോ? അങ്ങനെ എല്ലാവരും വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾ പഠിച്ചതിന്റെ ലെവലിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലേ? അപ്പൊ മിസ് ഒരു കാര്യം പറയട്ടെടാ, ഈ ഒരു മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാര് നിങ്ങൾ മാത്രമാണ്. മിസ് മുന്നേയും പറഞ്ഞ കാര്യങ്ങളാണ്, നിങ്ങൾ മാത്രമാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മാറ്റങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിട്ടുള്ളത് അല്ലെ? ഒരു പെട്ടെന്ന് ഒരു ദിവസം വന്ന മാറ്റങ്ങളൊന്നല്ല. എക്സാം പാറ്റേണിലായാലും അതുപോലെ ക്വസ്റ്റ്യൻ പാറ്റേണിലായാലും ഒന്നും എന്താ പെട്ടെന്ന് ഒരു ദിവസം വന്ന മാറ്റങ്ങളല്ല അല്ലെ? നമ്മൾ ആ ലൈവ് ക്ലാസ്സിന് മുന്നേ എന്തുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, കുറേ അധികം മാറ്റങ്ങൾ വരാറുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾ ആൻസർ ഷീറ്റ് കയ്യിൽ കിട്ടി. ഇനി എന്ത് ചെയ്യാം മക്കള്, അതങ്ങ് മാറ്റി വെക്കുക. മാർക്ക് കുറഞ്ഞാലും എന്തായാലും ഇനി നിങ്ങൾ ഒന്നും എന്ത് ചെയ്യണ്ട, ഒന്നും നിങ്ങൾ മൈൻഡിൽ വെക്കണ്ട. ഓക്കെ, അതുപോലെ തന്നെ പാരന്റ്സിനോടും പറയാം, പാരന്റ്സിന് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്ത് ചെയ്യണം, നിങ്ങൾ അത് മാറ്റി വെച്ചിട്ട് ഇനി ഇത് നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലെ ഫസ്റ്റ് ടേം എക്സാമാ അല്ലേ? ക്രിസ്മസ് എക്സാം വരാണ്ട്, ആനുവൽ എക്സാം വരാണ്ട്. അപ്പൊ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം, ഇതിൽ നിങ്ങൾക്ക് ഇത്രയും മാർക്ക് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും മാർക്ക് മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ എന്താവുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് എന്ത് ചെയ്യുക, ചിന്തിച്ചു നോക്കുക. ഓക്കെ, ഇത്രയും ചെറിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇത്രയും കുറഞ്ഞ മാർക്കാണെങ്കിൽ വലിയ ക്ലാസ് നിങ്ങൾക്ക് ഒത്തിരി പഠിക്കാനുണ്ടാവും അല്ലെ? വലിയ ക്ലാസ് നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ചെറിയ ക്ലാസ്സിൽ ബേസ് വേണം. ഈ ബേസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു 2-3 ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട സാധനങ്ങളൊന്നും അല്ല, കുറെ അല്ലേ? അതായത് ഇനിയും ഒരു ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു വരുന്ന സാധനങ്ങളെയാണ് നമ്മൾ ബേസ് എന്ന് പറയേണ്ടത് അല്ലെ? അപ്പോൾ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, ആ പഠിച്ച സാധനം എത്രത്തോളം ആ ഒരു ആൻസർ ഷീറ്റിൽ നിങ്ങളെ കൊണ്ട് പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തോ ആയിക്കോട്ടെ അതവിടെ മാറ്റി വെക്കുക. ആ ഒരു ആൻസർ ഷീറ്റ് കളയാനൊന്നും പാടില്ല. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിക്കോളാം, നിങ്ങളെ റേഞ്ച് എന്താണ്, നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് നോക്കിക്കോളാം. ഓക്കെ, എന്നിട്ട് അത് മാറ്റി വെക്കുക. അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങുക. പാറ്റേൺ ഒക്കെ മുന്നിൽ കിട്ടിയല്ലോ, പാറ്റേൺ കണ്ടല്ലോ, എക്സാമിന്റെ മാർക്ക് കണ്ടല്ലോ അല്ലേ? വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ വഴക്ക് കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ എന്തായിരിക്കും അവരെ കഷ്ടപ്പാട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാറുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ തന്നെ വർക്ക് ചെയ്യേണ്ടേടാ. ഈ ആൻസർ ഷീറ്റ് കൊണ്ട് അയ്യോ എനിക്കിനി കുറച്ചും കൂടി പഠിക്കായിരുന്നു, അങ്ങനെ ഓർമ്മിച്ചിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞ കാര്യം ഓർമ്മിച്ച കാര്യമുണ്ടോ? ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കണ്ട എന്നുള്ള ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ കാര്യം എന്തിനു ഓർമ്മിക്കണം? കഴിഞ്ഞ കാര്യത്തിന് നമ്മളെന്താ മുന്നിൽ കണ്ടുകൊണ്ട് ഇനി ആ ഒരു അവസ്ഥ എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് വേണം അടുത്തൊരു എക്സാമിന് നിങ്ങൾ നേരിടാൻ പോകേണ്ടത് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് എക്സാം ഉണ്ട് അല്ലേ? നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. ഈ മാർക്കിൽ നിന്ന് ഒരു കാരണവശാലും ഇതിലും കുറയാൻ പാടില്ല, ഇതിൽ കൂടാനേ പാടുള്ളൂ. ഇതിൽ ഒരു മാർക്കെങ്കിലും കൂടിക്കഴിഞ്ഞാൽ അതെ നിങ്ങൾ ട്രൈ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ആവുന്നുണ്ട്. ഇതിൽ ഒരു മാർക്കെങ്കിലും കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താൻ വേണ്ടി പറ്റും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താ മിസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് മിസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നിങ്ങൾക്ക് ക്ലാസ് 7 മക്കൾക്ക് നിങ്ങൾക്കറിയാം USS ഉണ്ട്. ആ ഒരു USലേക്ക് എത്തണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് ചിലപ്പം പോയിട്ടുണ്ടാവും, പേടിക്കാനില്ല. ക്രിസ്മസ് എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് കാര്യമില്ല. ക്രിസ്മസ് എക്സാം ഉണ്ട്, ആ ഒരു എക്സാം നല്ല മാർക്കോടുകൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിലും A ഗ്രേഡ് നേടിക്കഴിഞ്ഞാൽ USS എക്സാമിൽ നിങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ഒരു എഡ്യൂപോർട്ടിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഉണ്ട്. ഈ ഒരു ബാച്ചിന്റെ പേര് തന്നെ ഫാസ്റ്റ് ട്രാക്ക് ആണ്. ഫാസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം, സെപ്റ്റംബർ 15 വരെ മാത്രമാണ് ഇനിയുള്ള ഓഫർ ഉള്ളത്. ഇത്ര മാത്രം ചെയ്യാതെ മതി. ഒന്നിക്കൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫോം ഫില്ല് ചെയ്യണ്ടാവും. ജസ്റ്റ് ഫോം ഫില്ല് ചെയ്താൽ മതി. ഇപ്പൊ ഫില്ല് ചെയ്യുന്ന മക്കൾക്ക് മാത്രമേ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് ഈ ഒരു 1 ഇയർ കോഴ്സ് കിട്ടുള്ളൂ. ഇപ്പൊ ഫില്ല് ചെയ്തിൽ ലേറ്റ് ആക്കാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും മിസ് ആദ്യം ഒറ്റവാക്ക് പറയട്ടെ, ഇവിടെ നിങ്ങൾക്ക് ഒന്നും കിട്ടാണ്ടില്ല. ഓക്കെ, എന്തൊക്കെ കിട്ടും നോക്കാം. കംപ്ലീറ്റ് സിലബസ് ബൈ ഡിസംബറിലേക്ക് എല്ലാ സിലബസും കംപ്ലീറ്റ് ആവും. ബേസ്ഡ് ഓൺ റിവൈസ്ഡ് എക്സാം പാറ്റേൺ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ലൈവ് ക്ലാസ് ഉണ്ടാവും. എക്സ്ക്ലൂസീവ് സബ്ജക്ട് വൈസ് ക്ലബ്ബ്, ഇതാണ്
ഏറ്റവും ഇപ്പോൾ ഉള്ള ഹൈലൈറ്റ് സാധനം. ഓരോ സബ്ജക്റ്റിനും ഓരോ ക്ലബ്സ്, നിങ്ങൾ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗട്ട് ക്ലിയറൻസ് ലൈവ്, ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വേറൊരു ലൈവ്. ദെൻ AI ഡൗട്ട് ക്ലിയറൻസിന്റെ ആപ്പ്, അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമല്ലേ AI. നമ്മളെ ആപ്പിൽ AI ഉണ്ട്, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ചാപ്റ്റർ സമ്മറി ആൻഡ് ലെറ്റസ് ആസസ്, ചാപ്റ്റർ സമ്മറി വൈസ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെയല്ലേ, ഒരു ചാപ്റ്റർ നീട്ടി വലിച്ച് പഠിക്കുന്നതിനെക്കാട്ടും ചാപ്റ്റർ സമ്മറി കേൾക്കുന്നതും അതുപോലെ ലെറ്റേഴ്സ് ആസസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ദെൻ പഠിച്ചു എന്ന് ഉറപ്പുവരുത്താം പേഴ്സണൽ മെന്റർഷിപ്പ് അല്ലെ, നിങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു മെന്റർ ഉണ്ടാവും. പിന്നെയോ ചാപ്റ്റർ വൈസ് ഷോർട്ട് നോട്ട്സ്, എന്താ ചാപ്റ്റർ വൈസ് ചെറിയ ചെറിയ നോട്ട്സ് ഉണ്ടാകും. പിന്നെ അഡാപ്റ്റീവ് പ്രാക്ടീസ് കോഴ്സ്, ഇത് നിങ്ങൾക്ക് എജുപോഡിന്റെ ആപ്പിൽ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ്. അഡാപ്റ്റീവ് ടൈപ്പിലുള്ള ഓരോരോ ക്വസ്റ്റ്യൻസ്, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആപ്പിൽ ഉണ്ടായിരിക്കും. ചാപ്റ്റർ വൈസ് എക്സാം, ഒരു ചാപ്റ്റർ കഴിഞ്ഞ് ലൈവ് കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് ഡൗട്ട് ക്ലിയറൻസ് ലൈവ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാപ്റ്റർ വൈസ് എന്തുണ്ടാവും, എക്സാംസ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് A ഗ്രേഡ്. കിട്ടൂലടാ, ഇത്രയും ചാപ്റ്റർ, ഇത്രയും കാര്യങ്ങളല്ലേ ഒരു ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾക്ക് വേണ്ടു. അപ്പൊ നിങ്ങൾ ആരും അടിച്ചു നിൽക്കേണ്ട, ഇനിയും നിങ്ങൾ വൈകിയിട്ടില്ല മക്കളെ. US നമ്മൾ എടുത്തിരിക്കും, US നമ്മൾ പഠിച്ചിരിക്കും. നിങ്ങളെ ടെക്സ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് USSൽ വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾ വേഗം തന്നെ ഈ ഒരു സെപ്റ്റംബർ 15-നുള്ളിൽ ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന എന്റെ മക്കൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് എൻ്റെ പേരിട്ടിട്ട് ജസ്റ്റ് ഒരു ഹേർട്ട് ഷേപ്പ് തന്നാൽ മതി. അപ്പോൾ ആരൊക്കെ ഫില്ല് ചെയ്തു എന്നുള്ള കാര്യം മിസ്സിന് മനസ്സിലാവും. ഓക്കെ, വേഗം തന്നെ നമ്മൾ ആപ്പിലേക്ക് വരാം, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയാം.